കട്ട് ചെയ്യത്തില്ല. അവൻ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അവനെ ശരിക്കും ഞാൻ തല്ലും. പോലീസ് സ്റ്റേഷനാന്ന് ഞാൻ നോക്കില്ല, എവിടെയാന്ന് നോക്കില്ല. കാരണം എനിക്ക് എൻ്റെ കുട്ടീനെ കഴിഞ്ഞിട്ട് വേറെ ഒന്നുള്ളൂ. ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്നെ എന്ത് വേണം പറയാം, പക്ഷെ ഇവളിനെ ഒന്നും പറയും. ഞങ്ങൾ നല്ല വീഡിയോ ഇട്ടാലും അതിൽ അപ്പം കാണും പോട പറയുന്നുണ്ടൊന്നും തോന്നരുത്, പോട മെസ്സേജ് ആയാലും ഇവിടെ ഒരു പാട്ട് പാടും, അതിൽ കയറിയിട്ട് ഇങ്ങനെ മരുതൊപ്പെ എന്ന് പറയും. ഞങ്ങൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ മരുതൊപ്പയം പറയുമ്പോ അത് എനിക്കാണ് ഫീലിങ്സ്. ജോലിയൊക്കെ ശ്രമിച്ചാൽ കിട്ടും, പക്ഷെ ഞാൻ വിടാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ കുട്ടി എൻ്റെ നിഴലിൽ ഉണ്ടായാൽ മതി. എനിക്ക് ജോലിക്ക് വിടാൻ അറിയാണ്ടോ, ഇവള് 10 പൈസ സമ്പാദിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ഇവളിനെ എനിക്ക് ജോലി കിട്ടി എനിക്ക് വേറെ പണിക്ക് പോവാ. പക്ഷെ വേണ്ട, 24 മണിക്കൂർ എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. എൻ്റെ മരണം വരെ ഞാൻ ഇവളിനെ നോക്കിക്കോ. കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ? കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിപ്പോ വേണ്ട വെച്ചിട്ട് ഞങ്ങളിപ്പോ എവിടെ ഇരിക്കണേ, അതേപോലെ നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി വെച്ചാൽ ചിലപ്പോ എന്താണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ കളിയാക്കും, തെരുവിലിരിക്കണ പറഞ്ഞ് കളിയാക്കി അവർക്ക് സങ്കടമല്ലേ. അപ്പൊ നമ്മളൊരു വീടെടുത്തിട്ട് അങ്ങനെ ഇതാകുമ്പോ അവർക്കൊരു സന്തോഷമല്ലേ. അപ്പൊ അവര് കുടിപ്പിക്കാനൊക്കെ നോക്കി. അപ്പൊ ഞാൻ ഏട്ടനെ പറഞ്ഞു, വേണ്ട ഏട്ടാ, കൂട്ടൊന്നും ശരിയല്ല, അവർ കുടിപ്പിച്ചിട്ട് കടത്തിയിട്ട് എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയെടുത്തതാണ് ഏട്ടനെ. അപ്പൊ ഈ കുടിക്കുന്നവരൊക്കെ നോട്ട് ചെയ്യോ, ഈ നോട്ട് ആൾക്കാർ നോട്ട് ചെയ്യോ, ടച്ചർക്ക് വന്നിട്ടായിരുന്നു. അപ്പോഴും ഞാനിതാ ഇങ്ങനെ പിടിച്ചിട്ടുള്ളവളെ ഇതാ നെഞ്ചോട് തൊള്ളാന്നേ പറഞ്ഞിട്ടുള്ളൂ, വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ ബീർ കുപ്പി ഉണ്ടല്ലോ, ബീർ കുപ്പി, അതുകൊണ്ടാണ് എന്റെ ഉന്നം. അതൊന്നും കൊണ്ട് കിട്ടിക്കഴിഞ്ഞല്ലേ പിന്നെ അവൻ പിറ്റേ ദിവസം തിരില്ല. അപ്പൊ അവന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഇവളിനെ ജീവിക്കണം, അത്ര എനിക്ക് വേണ്ടു. എന്നെ മോശമായിട്ട് പറഞ്ഞ ഇവളുടെ അമ്മ, എനിക്ക് ഇവളുടെ അമ്മനെ കണ്ടുകൂടാ, അപ്പനെയും കണ്ടു, ചേച്ചിമൻ തീരും കണ്ടുകൂടാ. ഓപ്പണായിട്ട് ഞാൻ പറയാം. സുനിത എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ കള്ളുകൂടിയൊക്കെ നിർത്തിച്ചത്? ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമാണോ? അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ബിൽഡിങ് അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പരിചയം പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ അവരിന് പരിചയപ്പെട്ടതാണ്. അപ്പൊ അവര് കുടിപ്പിക്കാനൊക്കെ നോക്കി. അപ്പൊ ഞാൻ ഏട്ടനെ പറഞ്ഞു, വേണ്ട ഏട്ടാ, കൂട്ടൊന്നും ശരിയല്ല, അവര് കുടിപ്പിച്ചിട്ട് കടത്തിയിട്ട് എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയെടുത്തതാണ് ഏട്ടനെ. പിന്നെ എന്താണ് ഇപ്പോഴത്തെ കെട്ടിയവൻ എന്താണ് ഭാര്യമാര് പറയുന്ന ഏത് കെട്ടിയവന് എന്താണ് കേട്ടിട്ടുള്ളത്, എന്താണ് നമ്മളെന്തെങ്കിലും പറയുമ്പോ അത് കേൾക്കാണ്ട് അങ്ങനെ പോണ ഭർത്താവുമാരുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എനിക്ക് ഈ ഭർത്താവ് പറഞ്ഞു വെച്ചാൽ ഞാൻ എന്ത് പറയുകയാണെങ്കിലും അതിനെ കേട്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞപ്പോ തന്നെ ശരിയടി പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറി. സുനിതയ്ക്ക് ഇപ്പം സുനിത ആദ്യത്തെ ഭർത്താവിന്റെ കുടിയും നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. അത് ഭയങ്കരമായിട്ട് മഞ്ജുളിനെ ഇത് ചെയ്തിരുന്നു സുനിത അങ്ങനെ പറഞ്ഞപ്പോ? ഭയങ്കര ഫീലിംഗ്. സത്യം പറയണെങ്കിൽ ഇപ്പോ ഈ ചെയ്യുന്നത് കട്ട് ചെയ്യത്തില്ല. അവൻ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അവനെ ശരിക്കും ഞാൻ തല്ലും. എൻ്റെ കൺമുന്നിൽ അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ തല്ലും പറഞ്ഞാൽ തല്ലും. അത് എവിടെ ആയി വെച്ചാലും ഞാൻ തല്ലും. കാരണം ഇവളിനെ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട്. കാരണം പിന്നെ പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം അവനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറച്ച് വയലൻ്റ് ആവും. കാരണം ഒരു പെൺകുട്ടിനെ ചെയ്യാൻ പറ്റാത്തത് എന്തോ ചെയ്ത് അത്രത്തോളം ഇവള് അനുഭവിച്ചിട്ടുണ്ട്. ശാരീരിക ഉപദ്രവം മാത്രമായിരുന്നോ? അങ്ങനെ പറഞ്ഞ കുടിച്ചിട്ട് ഇനിയിപ്പോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്താ അറിയില്ല, കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തല്ലുക. അപ്പൊ ഞാൻ രാവിലെ എണിച്ചിട്ട് ഞാൻ പറയും, കുടിച്ച മപ്പിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ രാവിലെ എണിച്ച് പറഞ്ഞു, നിങ്ങൾ എന്നെ കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ തല്ലി എന്ന് പറയുമ്പോ എപ്പൊ തല്ലിയെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് കഞ്ചാവ് വലിച്ചിട്ടാണോ സംശയമുണ്ട്. കുറെ കൂട്ടുകെട്ടുണ്ട്. നമ്മളെന്ത് പറഞ്ഞാലും കെട്ട് പിന്മാറുക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവിടെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാളെ എന്നോട് അനാവശ്യം പറഞ്ഞു, അത് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അത് ചോദിക്കാനോ അപ്പോ പറഞ്ഞപ്പോ അത് ചോദിക്കാനോ ഒന്നും നിന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് കെട്ടിയവന് കിട്ടിയത് എനിക്കൊരു ഭാഗ്യമാണ്. എന്താണ് ചോദിച്ചു വെച്ചാൽ ഞാൻ എന്ത് അനാവശ്യം പറഞ്ഞാലും അത് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏട്ടാ അപ്പൊ തന്നെ പോയിട്ട് ആരുടെ ചോദിക്കും. ഞാൻ പോലീസ് സ്റ്റേഷനാന്ന് ഞാൻ നോക്കില്ല, എവിടെയാന്ന് നോക്കില്ല. കാരണം
എനിക്ക് എൻ്റെ കുട്ടീനെ കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ. ഇവളിനെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇവളെ അനാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്നെ എന്ത് വേണം പറഞ്ഞോ, ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്നെ എന്ത് വേണം പറയാം, പക്ഷെ ഇവളിനെ ഒന്നും പറയരുത്. കാരണം എനിക്ക് അത് പറ്റത്തില്ല. കാരണം ഇപ്പൊ ഞാൻ അത്രത്തെ ജീവൻ തുല്യമായിട്ട് ഞാൻ ഇവിടെ സ്നേഹിക്കുന്നത്. 2 വർഷം. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 2.5 വർഷമായി. റെഡി 2.5 വർഷം. അപ്പം കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ? കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിപ്പോ വേണ്ട വെച്ചിട്ട് ഞങ്ങളിപ്പോ എവിടെ ഇരിക്കണ്, അതേപോലെ നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി വെച്ചാൽ ചിലപ്പോ എന്താണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ കളിയാക്കും, തെരുവിലിരിക്കണ പറഞ്ഞ് കളിയാക്കുക, അവർക്ക് സങ്കടമല്ലേ. അപ്പൊ നമ്മളൊരു വീടെടുത്തിട്ട് അങ്ങനെ ഇതാകുമ്പോ അവർക്കൊരു സന്തോഷമല്ലേ, അതന്നെ ഞങ്ങൾ വിചാരിക്കണുള്ളൂ. ഓ, നല്ല കാര്യം. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചത്. നിങ്ങൾ അതായത് ഈ പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അതനുസരിച്ചിട്ടാണല്ലോ ഇപ്പോഴത്തെ നിലവിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും. അത് വേണം. അത് കുറച്ച് പൈസ ഒക്കെ ആയിട്ട് മതി എന്നാണ് ഞങ്ങൾ തീരുമാനം. അതൊന്ന് സെറ്റായി വരും. ഇനിയിപ്പോ സെറ്റായി വന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് ഉണ്ടെന്ന് നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ടല്ലോ. നിങ്ങൾ ഈ കമൻറ്റിനെല്ലാം അപ്പം തന്നെ എടുത്ത് വെച്ചിട്ട് ചീത്ത വിളിക്കാറുണ്ടല്ലോ. ചീത്തയല്ല, നിങ്ങളുടെ ഒരു രോക്ഷപ്രകടനം കാണിക്കാറുണ്ടല്ലോ. അത് 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 ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ഫോണിൽ അത് പറ്റില്ല. ഇപ്പോൾ ഞാൻ മീഡിയക്കാർക്ക് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഫോണ്. ഇതിൽ അവർ മെസ്സേജ് അയക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അവൻ മെസ്സേജ് അയച്ചത് ഞങ്ങൾക്ക് ഇതിൽ എടുത്തിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഈസി ആയിരുന്നു. പക്ഷെ അത് എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പേര് പറഞ്ഞിട്ട് ഞാൻ അവനെ പറയുന്നത്. ഇല്ല മറ്റുള്ളവരെ ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ. ഇതിലാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഈ ഫോണിൽ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരുടെയും ആവാറുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റുകളോട് ഇങ്ങനെ പ്രതികരിച്ച് കഴിഞ്ഞിട്ട് എന്ത് ഗുണമാണുള്ളത്? എന്ത് ഗുണമാണെന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ തന്തയ്ക്ക് വിളിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ തള്ളയ്ക്ക് വിളിക്കാം. അങ്ങനെയാണോ ആൾക്കാർ വിളിക്കുന്നത്? ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടം പോലെ കമന്റിൽ കയറി മോശമായി ഞങ്ങൾ നല്ല വീഡിയോ ഇട്ടാലും അതിൽ അപ്പ കാണും പോടാ പറയുന്നുണ്ടൊന്നും തോന്നരുത്, പോടാ മയിലെ പോടാ കുണ്ണേന്ന് മെസ്സേജ് ആകും. ഞങ്ങൾ അവരിനൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങൾ നല്ല വീഡിയോക്ക് ഇവിടെ ഒരു പാട്ട് പാടും, അതിൽ കയറിയിട്ട് ഇങ്ങനെ മരുതൊപ്പെ എന്ന് പറയും. ഞങ്ങൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ മരുതൊപ്പെ പറയുമ്പോൾ അത് എനിക്കാണ് ഫീലിങ്സ് അറിയാം. അപ്പൊ അത് കാണുമ്പോൾ ഞാനത് പ്രതികരിക്കുന്നു മാത്രം. അപ്പൊ അത് കേട്ടിട്ട് ഇങ്ങനെ വെറുതെ പോകാൻ വേണ്ടിയിട്ടാൽ ഞങ്ങൾ വീഡിയോ ചെയ്യണത്. ഇല്ല, ഈ വീഡിയോ ചെയ്യണത് ഞങ്ങൾക്ക് പൈസക്ക് വേണ്ടിയിട്ടോ ഒന്നിനുമില്ല. ഈ ഞങ്ങൾ ഇപ്പൊ തന്നെ വരുമ്പോ തന്നെ ഞങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ തന്നെ ഞങ്ങളെ കണ്ടിട്ട് എത്ര പേര് ചിരിച്ചു, അങ്ങനെ സംസാരിക്കാൻ വന്നു, സെൽഫി എടുത്തു. 3-4 പേര് സെൽഫി എടുത്തു. ഈ സ്നേഹം ഉണ്ടല്ലോ, ഈ സ്നേഹമാണ് ഏറ്റവും അതിൽ വലുത്. ഈ പൈസ കിട്ടുമില്ല, റിച്ച് കിട്ടും. ഞങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് പലവരും ട്രോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ വെച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല. ഒന്നാമത്തേത് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഭക്ഷണം കഴിച്ച സമയത്ത് വെറുതെ ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യും. അപ്പൊ ഈ വീഡിയോ ചെയ്തപ്പോ ഇങ്ങനെ ദിലീപേട്ടനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞപ്പോ അത് എനിക്ക് സഹിച്ചില്ല. നമ്മുടെ ഏട്ടനാണ്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ അതിൽ പ്രതികരിച്ചു. അവിടെ തൊട്ടാണ് ഇങ്ങനെ എല്ലാവരും ഞങ്ങളെ അറിയാൻ തുടങ്ങിയത്. സുനിതയ്ക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് അറിയാമോ? എനിക്കും അറിയില്ലായിരുന്നു. അല്ല, അങ്ങനെയല്ല, ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് ഇത്ര റീച്ച് ആവുന്നുണ്ട്. ഇൻസ്റ്റയിൽ നമുക്ക് ഒരിക്കലും കാശ് കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ എടുത്തിട്ട് പല രീതിയിൽ ട്രോൾ ചെയ്യുന്നു. അവർക്ക് അതിന് ഒരു വരുമാനമുണ്ട്. അത് വരുമാനം എന്തായാലും. പക്ഷെ നിങ്ങൾ കുറെ കൂടെ എന്തായി, നിങ്ങളെ കുറിച്ച് അറിയാൻ ആൾക്കാരായി. എനിക്ക് തോന്നുന്നു ആരൊക്കെയോ വീട്ടിൽ കാണാൻ വന്നിട്ടില്ല. ഒരാളല്ല പറയാന്ന് വെച്ചാ 10-20 പേര് ഞങ്ങളെ കാണാൻ വന്നു. ഈ വന്നവരും ഇപ്പൊ ഇൻസ്റ്റയിലാണെങ്കിലും പലരും പറയുന്ന 2 അഭിപ്രായം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടീനെ കൊണ്ട് നീ ഇങ്ങനെ കിടക്കാണ്ട് പോയൊരു വീടെടുത്തിട്ട് കിടക്കട എന്നുള്ളൊരു ഞാൻ കാണാറുണ്ട്. ഞാൻ കമന്റ്സ് നോക്കിയിട്ട്. പിന്നെ ഒരാൾ പറയുന്നുണ്ട് അതൊന്നും അല്ല, അവർക്ക് അവിടെ സ്നേഹവും സന്തോഷമുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ബിൽഡിങ്ങിലോ. അത് പറയണത് ഞങ്ങൾ നേരിട്ട് കണ്ട അനുഭവം ഉള്ളവരാണ് അത് പറയുന്നത്. ഇത് ഞങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും നേരിട്ട് വന്ന് കണ്ടാലേ അത് അറിയുള്ളൂ. അപ്പോഴേ ഇവർക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ.
അപ്പൊ ഈ പറഞ്ഞ പോലെ ഫുഡ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ രാവിലത്തെ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ പോയി എടുക്കുവോ ഫുഡ്? ഇല്ല, ഒരു 11:30 ആകുമ്പോ ഇവിടെ പോയിട്ട് വാങ്ങിച്ചു വരും. അപ്പൊ 2 പൊതി ചോറ് കിട്ടും. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു 10-40 പൊതി ചോറ് കൊടുക്കും. അത് ഈ പാവപ്പെട്ടവർക്ക് വെച്ചിട്ട് പോണതാണ്. അവരെന്നെ കൈ വെച്ച് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇവൾക്ക് 2 പൊതി ചോറ് കിട്ടും. ഞാനും കഴിക്കും, കഴിക്കും. അത് ഉച്ചക്കത്തേക്ക്. അപ്പൊ രാവിലെ എന്ത് കഴിക്കും? രാവിലെ ഞങ്ങൾ വല്ല അപ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിക്കും. വൈകിട്ടത്തേക്കോ? വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് വാങ്ങിക്കും, ഫുഡ് വാങ്ങിക്കും. അപ്പൊ വീട്ടില് ചായ അങ്ങനെ ഒന്നും വെക്കാറില്ല? അല്ല, അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത്. ഷെഡില് പെട്ടെന്ന് അവിടെ വെക്കാൻ പറ്റുന്ന ചട്ടിയും പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങള് എവിടെ വെച്ചിട്ട് പോകും. അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്മാര് ചിലപ്പോൾ എടുത്തിട്ട് പോകും. അപ്പൊ അത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ 10-500 രൂപ കഷ്ടപ്പെട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേണ്ട വെച്ചത് എന്തായാലും ഫ്രീ ആണ് ഞങ്ങളുടെ ഭക്ഷണം കിട്ടുന്നത്. വെറുതെ ചട്ടി പാത്രത്തിന് പൈസ വെറുതെ കളയുന്ന കാര്യം. അപ്പൊ ഈ പറയുന്ന ബെഡ് കാര്യങ്ങളും ഉണ്ടോ കിടക്കാൻ? അല്ല, അത് ഞങ്ങൾക്ക് ഒരു ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം? അല്ല, ഇതിനു മുന്നേ തന്നിട്ടുണ്ട്. തന്നതാണ് ബെഡ് തന്നിട്ടുണ്ട്. അപ്പൊ വെറും നിലവായതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലല്ല, നേരമല്ല. കിടക്കാൻ വീട്ടില് കൊതുവലയുണ്ട്. വെളി കാണാനേ ഇത്തിരി കാണാൻ ഒരു വൃത്തിയോട് കണ്ടോ, പക്ഷെ അതിന്റെ ഉള്ളില് നോക്കി കഴിഞ്ഞാൽ കാണാൻ ഒരു കൊട്ടാരം പോലെ തന്നെയാണ്. അത് കൊട്ടാരമാണ്. അവിടെ രാജാവ് രാജ്ഞിയൊക്കെ ഉണ്ട്. നിങ്ങൾ കൊട്ടാരം തന്നെയാണ്. അത് വെളി കാണാനാണ് ഒരു കാര്യം. കാരണം ഉള്ളില് അങ്ങനെയല്ല. ഉള്ളിൽ അത്രയും ഞാൻ സേഫ്റ്റി ആയിട്ട് വെച്ചിരുന്നു. അത് നേരിട്ട് വന്ന് കണ്ടവർക്ക് അത് അറിയും. നേരിട്ട് വന്ന് കണ്ടവരൊക്കെ ഉള്ളിൽ നോക്കിയിരുന്നു. ഇപ്പം വെറുതെ ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നത്, ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴാണോ വീഡിയോ നോക്കിയിട്ടാണോ ഈ മറുപടി കൊടുക്കുന്നത്? അതെ അതെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ നേരം ഞാൻ ചോറ് മേടിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. ആ സമയത്ത് അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് തെറി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും. അപ്പൊ അവരും പിന്നെ ഇതല്ല, അവരും തെറി പറയും. പിന്നെ എനിക്ക് വേണ്ട, പിന്നെ ഞാൻ വീണ്ടും തെറി പറയും. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങളുടെ ഒരു വീഡിയോ തന്നെ ഒരു ദിവസം തന്നെ 4-5 വീഡിയോസ് കാണും. അത് ഈ ഫോണിൽ പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരടിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഫോണിൽ കണ്ടിട്ട് 50 സെക്കൻഡ് ഇതേ ഇടാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഇത് വരില്ല. അതാണ് ഇതിന്റെ ഒരു ഇത്. മൈക്രോമാക്സ് ആണ് ഫോൺ, സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. കുറെ ഹാങ്ങും ആകും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ മൊബൈലിലുണ്ട്. അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു മഞ്ജുള് സുനിതയെ കാണുന്നതിന് മുമ്പ് ഭയങ്കര ഫ്രീക്കായിട്ട് നടന്ന ആളാണ്. ഇപ്പം തലയിൽ ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട്. അതെ, ഫ്രീക്കായിട്ടാണ്. ഫ്രീക്കായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ റിച്ച് ആയിട്ട് തന്നെ ഞാൻ നടന്നത്. കാരണം എൻ്റെ പണിയും എൻ്റെ സ്വഭാവവും കണ്ടിട്ട് എൻ്റെ ഓണർ ഐഫോണ് എനിക്ക് തന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് എൻ്റെ സ്വഭാവവും എൻ്റെ പണിയും എൻ്റെ എല്ലാം കണ്ടിട്ട് ഐഫോണ് 40,000 ഐഫോണ് വെറുതെ തന്ന ഒരു മുതലാളിയാണ്. ഈ പണിയൊക്കെ കളഞ്ഞിട്ടാണ് എനിക്ക് ഇവളുടെ സ്നേഹം മതിയെ കൊണ്ട് ഞാൻ വന്നത്. അന്നും കല്ലുകെട്ടായിരുന്നോ പണി? അല്ല, അത് കല്ലുകെട്ടല്ല, ഞാൻ ഹോട്ടൽ വർക്കായിരുന്നു. ഹോട്ടൽ എന്ന് പറഞ്ഞാല് ഹോട്ടൽ പറഞ്ഞാൽ എല്ലാം ചെയ്യും. എല്ലാം ക്ലീൻ ചെയ്യും, വാഷിങ് ചെയ്യും. പൊറോട്ട അടിക്കുമോ? പൊറോട്ടയും മറ്റേ കുക്കിങ്ങും ഇതില്ല. കൈപ്പണ്ടാരി, വാഷിങ്, ക്ലീനിങ്, അങ്ങനെ പാർസൽ ഒഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇപ്പൊ ഫ്രീക്ക് ഒതുക്കി വെച്ചേക്കുവാണോ? ഒതുക്കി വെച്ചത് ഇതാ എന്റെ കുട്ടിക്ക് വേണ്ടിട്ട്. അത് പറഞ്ഞാൽ നടക്കാലോ, ഇപ്പോഴും ഫ്രീക്കായിട്ട് നടക്കാലോ. ഇപ്പൊ ഇങ്ങനെ ഈ ജോലിക്ക് നടക്കുമ്പോ മുടി വെട്ടിട്ട് ഡീസന്റ് ആയി നടന്ന് അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കാൻ വരുന്നുണ്ട്. നടക്കാനും പറ്റില്ല. ഈ തൊഴിലും ഡീസന്റ് ആയി നടന്നു കഴിഞ്ഞാൽ അതിനും വേറെ പറച്ചിൽ നമ്മൾ കേൾക്കേണ്ടി വരും. പിന്നെ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ആക്രി വെറുക്കാൻ പോകുമ്പോ നമ്മൾ ആ ലുക്കിൽ പോകണം. ലുക്കിൽ പോകണം. കാരണം ഡീസന്റ് ആയിട്ട് പോകാനും പറ്റില്ല. അല്ല, ഇപ്പം സുനിതയ്ക്ക് വല്ല ചെറിയ ജോലിയോ വല്ലതും ചെയ്യാൻ പോകാൻ പറ്റും? ജോലി ചെയ്യാൻ ഞാൻ ഒന്നാമത്തെ കാര്യം ചോദിക്കുന്ന ഞാൻ വിടാണ്ടാണ്. ജോലിയൊക്കെ ശ്രമിച്ചാൽ കിട്ടും, പക്ഷെ ഞാൻ വിടാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ കുട്ടി എൻ്റെ നിഴലിൽ ഉണ്ടായാൽ മതി, അത് വിചാരിക്കുകയാണ്. എനിക്ക് ജോലിക്ക് വിടാൻ അറിയാണ്ടോ, ഇവള് 10 പൈസ സമ്പാദിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ഇവളിനെ എനിക്ക് ജോലി കിട്ടി എനിക്ക് വേറെ പണിക്ക് പോവാ. പക്ഷെ വേണ്ട, 24 മണിക്കൂർ എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവുന്നത്, എൻ്റെ മരണം വരെ ഞാൻ ഇവളിൽ നോക്കിക്കോളൂ. എന്താ പേടിയാണോ ജോലിക്ക് വിടാൻ? പേടിയല്ല, ഇപ്പോഴത്തെ കാലം അങ്ങനെ ആയതുകൊണ്ട്. കാരണം ഞങ്ങൾക്ക് അത്ര അനുഭവം വന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കില്ല. ഇവള് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയ ആൾ തന്നെ
ഞാൻ ഹോട്ടലിൽ എടുക്കുമ്പോ ഇവളുടെ വീട്ടിൽ നിന്ന് ഇറക്കൊണ്ട് വന്ന സമയത്ത് ഇവളിനെ സൂപ്പർ മാർക്കറ്റിൽ നിർത്തി തന്നെ 2 ദിവസം ഇവള് ജോലി ചെയ്തു. എന്നിട്ട് ഈ സൂപ്പർ മാർക്കറ്റിലെ ഈ ഓണർ എന്താ പറഞ്ഞു, അത് ഏതോ കുട്ടിനോട് തോളി തട്ടിയിട്ട് നീ 2 ദിവസം ഇവിടെ കടയിൽ നിൽക്ക്, എന്നിട്ട് എന്റെ വീട്ടിൽ ജോലി ചെയ്യും. ഏതോ കുട്ടിനോട് തോളി തട്ടിട്ട് സംസാരിക്കുന്നു. ഓണർ അങ്ങനെയാണ് സംസാരിക്കുന്നത് എല്ലാരോടും. അപ്പോ ഞാൻ നിർത്തിയതാണ് ഇവളുടെ ജോലി. പിന്നെ ഞാൻ വേണ്ട ആവശ്യമില്ല. പിന്നെ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട് അല്ലേ, പിന്നെ ഒരു വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, അത് തൃശ്ശൂർ തന്നെ. കട ഇത് വേണ്ടാണ്ട് വീട്ടു ജോലി പോയി. അപ്പൊ ഞാനും ഇവളുടെ കൂടെ തന്നെ ഇത് ഞാന് ഹോട്ടലിൽ പണിയെടുക്കുമ്പോൾ ഇവള് വീട്ടു ജോലി ചെയ്യും. അങ്ങനെ ഞാൻ രാത്രി വരും. അങ്ങനെ ഒരു ദിവസം അല്ല 2 ദിവസം നമുക്ക് കണ്ടു അല്ലേ, ഒരു ആളിന്റെ പരിങ്ങില് ഒരു നിഴല് പോലെ പേടിച്ചു. ഞങ്ങൾക്ക് കുറെ അനുഭവം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് എന്റെ കൂട്ടിന്റെ ഒപ്പം ഇതത്. കാരണം ഞാന് ഈ 1 വർഷം എങ്ങനെ നോക്കിയോ, ഇനി എന്റെ മരണം വരെ ഞാൻ നോക്കും. ഒരാളെ ഞാൻ തൊടാൻ വിട്ടിട്ടില്ല. ഒരു കുഞ്ഞിനെ എന്റെ കുട്ടിനെ ദേഹത്തിന് തൊടാൻ വിട്ടിട്ടില്ല. അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവളിൽ നോക്കേണ്ട ചങ്കൂറ്റം അതെനിക്കുണ്ട്. സുനിതയാണ് അതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര, കാരണം അത്രയ്ക്ക് ഞാൻ പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നിൽ ബിൽഡിങ്ങിൽ ഇരിക്കുമ്പോ ഒരു കുഞ്ഞിന്റെ സഹായം അല്ലാണ്ട് ഞാൻ തന്നെ എല്ലാവരും തല്ലി ഓടിച്ചിട്ടുള്ളൂ. അതെന്ത് പറ്റി? കച്ചറയ്ക്ക് വന്നിട്ട് ഇവളുടെ തൊടാനൊക്കെ വന്നിട്ട്. അപ്പൊ അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുകളില് ഇരിക്കുന്ന സമയത്ത്, കെട്ടലിന് മുകളിൽ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പാലക്കാട് ഒരു പൊളിഞ്ഞ ബിൽഡിംഗിൽ ഇരിക്കുന്ന സമയത്ത്, അതെ, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയം ഞാൻ പറയാം. രാത്രി 11 മണിക്കാണ് ഞങ്ങളെ ഇറക്കി വിട്ടത്. അത് രാത്രി 11 മണിക്ക് ഇറക്കി വിടുമ്പോ ഞങ്ങൾ എവിടുന്ന് അകത്തേത്തറയുന്ന പാലക്കാട് ടൗൺ വരെ 2 മണിക്കൂർ ഞങ്ങള് ബാഗ്, എൻ്റെ ഈ 2 കയ്യിലും ബാഗ്, ഇവിടെ 2 കയ്യിലും ബാഗും ആയിട്ട് ഞങ്ങൾ തൂക്കിയിട്ട് 2 മണിക്കൂർ ഞങ്ങൾ നടന്ന് വന്ന ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ രാത്രിയില് നടന്നിട്ട് വണ്ടിക്ക് വിളിക്കാൻ. അപ്പൊ പൈസ ഇല്ല ഞങ്ങളുടെ കയ്യില്. അവര് ചോദിക്കുന്നത് അത്ര രാത്രി സമയല്ലേ, അവര് 10, 300, 400 ചോദിക്കും. അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടേ? അത് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വിളിച്ചു തരാം. അത് നമുക്ക് എടുത്ത വഴിക്ക് കൊടുക്കാനില്ലല്ലോ. ഒപ്പം അവൻ്റെ വീട്ടിലേക്ക് തന്നെ ചെലവ് ചെയ്ത് കിട്ടുന്ന പൈസ നമ്മുടെ ഈ കൈ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബിൽഡിങ്ങിൽ പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ കുടിക്കുന്നവരൊക്കെ നോട്ട് ചെയ്യോ, ഈ ആൾക്കാർ നോട്ട് ചെയ്യുമല്ലോ. അപ്പൊ ഇവരൊക്കെ അവിടെ പെണ്ണുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കച്ചറക്ക് വന്നിട്ടായിരുന്നു. അപ്പോഴും ഞാനിതാ ഇങ്ങനെ പിടിച്ചിട്ടുള്ള പെണ്ണെ ഇതാ നെഞ്ചോട് തൊള്ളാന്നേ പറഞ്ഞിട്ടുള്ളൂ, വിട്ടുകൊടുത്തിട്ടില്ല. ഞാന് യവനും നേരെ തൊട്ടിട്ടില്ല. കുറെ കച്ചറകള് എനിക്ക് നേരെ വന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പെറുക്കാൻ നടക്കുന്ന ബീർ കുപ്പി ഉണ്ടല്ലോ, ബീർ കുപ്പി, അതുകൊണ്ടാണ് എന്റെ കുഞ്ഞം. അതൊന്നും കൂടെ കിട്ടിക്കഴിഞ്ഞല്ലേ പിന്നെ അവൻ പിറ്റേ ദിവസം വരില്ല, എന്റെ അടുത്തേക്ക് വരില്ല. ഇപ്പോ എന്റെ സ്വഭാവവും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ശേഷം ആരും കച്ചറക്ക് വരുന്നില്ല. ഇപ്പൊ 4 മാസമായിട്ട് ഞങ്ങൾ അവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം വേറെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ആ ഈ പരിസരത്ത് ഉള്ളവരൊക്കെ ഓട്ടോ ഡ്രൈവർമാരും ലോഡിങ്ങുകാരും എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. എന്തുണ്ടെങ്കിലും വിളിച്ച ഓടിയെത്തും. അതിന്റെ സപ്പോർട്ടും ഒന്നാമത് കാര്യം. സുനിത ഇപ്പം ഫുഡ് നമുക്കൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറയുന്ന ചോറ് മാത്രമല്ല, നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാം വേണം. കാരണം എനിക്ക് തോന്നുന്നു സുനിതയ്ക്ക് ഇപ്പം എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ടും ഇത് ബോഡി ഷേവിങ് അല്ല, ഭയങ്കരമായിട്ടും ഇതുണ്ട്, ആരോഗ്യത്തിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പം നോക്കിയിട്ടുണ്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്? കാരണം ഒരു കുഞ്ഞൊക്കെ ആവണം നമുക്ക് ഇനി ഭാവിയിൽ. ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കിയിട്ടുണ്ട്. അവിടെ ഇത്രയും ഈ അത് പിന്നീട് ഞാൻ കാര്യം പറയാം. ഇവളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ എൻ്റെ ആധാർ കാർഡും എൻ്റെ റേഷൻ കാർഡും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരേ ഡേറ്റ് ആയിരിക്കും. ഒരേ ഡേറ്റ് ഒരേ ഇതിലേക്കും. അത് എൻ്റെ അമ്മ ചെയ്തതാണ്. പക്ഷെ ഇവളുടെ എല്ലാ ഐഡിയും നോക്കിയതും അത് മാറ്റമാണ്. പക്ഷെ ഇതിന്റെ 3 പേരുടെ ചേച്ചിമാരി നോക്കിക്കഴിഞ്ഞാൽ അത് ഒരേപോലെയാണ്. അതെന്തുകൊണ്ട് ഇവളുടെ മാത്രം കറക്റ്റാക്കി കിട്ടൂടെ? വീട്ടുകാർക്ക് ശ്രദ്ധിച്ചൂടാ?
എനിക്ക് പറയണ്ടെങ്കിൽ ഞാൻ ഒരേ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇവളുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഈ വീട്ടിൽ ഇരുന്ന ഒരു അപമാനം ഉണ്ടല്ലോ, എനിക്ക് ഒരു നേരത്തെ വായി വെക്കാൻ പറ്റില്ല. ഞാൻ 2 ദിവസം പണിയില്ലാണ്ടായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവളുടെ അപ്പം കരൻ കാട് തുപ്പുക. കുറെ ഞാൻ സങ്കടമുണ്ട്. പക്ഷെ ഈ സങ്കടങ്ങളും എല്ലാം ഞാൻ സഹിച്ചു പിടിച്ച് എന്താണെന്നറിയോ, ഇവൾക്ക് വേണ്ടിയിട്ട്. ഇല്ല ഞാൻ എപ്പോഴും പണ്ടേ ഒന്നും വേണ്ടാവുന്ന ഞാൻ ഇറങ്ങി വരും. പക്ഷെ ഈ കൊച്ചായി അവിടെ ഇരിക്കണ്ടേ, ഇവളിനായി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ. ഞാന് ഇവളുടെ ജീവിതത്തിൽ വരാത്ത മുന്നേ ഒരുത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അവന്റെ ശല്യം സഹിക്കാൻ പറ്റില്ല. ഇവള് എന്ത് ചോറ കഴിച്ചെന്നറിയോ, ഒരു സാധാ ചോറും അതിലത്തെ മുളക് പൊടിയും ഇട്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇവളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഞാൻ മാറ്റിയെടുത്തത് ഇവളെ. എന്നെ എങ്ങനെ എൻ്റെ കുട്ടി മാറ്റിയെടുത്തോ അതേപോലെ ഞാൻ മാറ്റിയെടുത്താണ്. പിന്നെ ഇവള് സാമ്പാറും പുളിയും കൂട്ടാൻ തുടങ്ങി. ഇപ്പൊ എൻ്റെ കൂടെ വന്നപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കൊടുത്താൽ അവള് കഴിക്കും. ആദ്യം അങ്ങനെയല്ല. ഇപ്പോ എൻ്റെ വീട്ടിന്റെ ശരീരം ഇതില്ല വെച്ചാൽ ഒരു വിഷമം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആരുമില്ല. അന്ന് ഒരു ഉണ്ടാവുമല്ലോ, പെൺകുട്ടി ഇല്ലല്ലോ. ആണുങ്ങൾക്ക് ഇല്ലെങ്കിലും ആണുങ്ങൾക്ക് ഉണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ പെൺകുട്ടികളുടെ അത്ര ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രശ്നം ഇതും കൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ഭക്ഷണം കഴിക്കുന്നതൊക്കെ ശരീരത്തിൽ പിടിക്കും കേട്ടോ. ഭയങ്കരമായിട്ടും ആരോഗ്യം ശ്രദ്ധിക്കുക. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ആരോഗ്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ലൈഫിൽ അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും, പലതും നമ്മുടെ ലൈഫിൽ. ഞാന് എന്റെ സ്വന്തം നാട്ടില് നിക്കണമെന്ന് ഒരു കാരണമുണ്ട്. എന്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇല്ല എനിക്ക് ഇവിളിനും കൊണ്ട് എന്റെ പഴയ കടയ്ക്ക് പോവാ, അല്ലെ ഓണർ എന്നെ സഹായിക്കും. എനിക്ക് ബാംഗ്ലൂർ പോവാ, അവിടെ എനിക്ക് ഇത്തിരി പിടിപാടുണ്ട്. എനിക്ക് ഇവിടെ പോവാ. എന്തുകൊണ്ട് സ്വന്തം നാട്ടിൽ തന്നെ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ കാരണം അത് എനിക്കൊരു വാശിയുണ്ട്. ഇവളുടെ തള്ളക്കാരി അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവൻ കൊന്നിട്ടിടും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ അവന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഇവളിനെ ജീവിക്കണം. അത്ര എനിക്ക് വേണ്ടു. എന്നെ മോശമായിട്ട് പറഞ്ഞ ഇവളുടെ അമ്മ, എനിക്ക് ഇവളുടെ അമ്മനെ കണ്ടുകൂടാ, അപ്പനെയും കണ്ടു, ചേച്ചിമൻ തീരും കണ്ടുകൂടാ. ഓപ്പണായിട്ട് ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞാണ്. ഇവിടെ പറഞ്ഞിട്ട് ഞാൻ കേൾക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു നോക്കി. ഇപ്പൊ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ഇങ്ങനെ പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിൽ അവർ സ്നേഹത്തോടെ അല്ലേ കഴിയുന്നതെന്ന്, അല്ലേ സുനിത? അപ്പം സുനിതയ്ക്ക് ഇപ്പം എന്താ തോന്നുന്നത്? ഇപ്പൊ വീഡിയോയിൽ ആളുകൾ കമന്റ് ചെയ്യാറുണ്ട്, സുനിതയ്ക്ക് എന്താ തോന്നുന്നത്? കമന്റ് പറയുമ്പോൾ ഞങ്ങളിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇത് അനാവശ്യം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് എന്തോ ഇതാവുന്നില്ല. ഞങ്ങൾ ഇരിക്കണത് എന്തോ പറഞ്ഞു കൂട്ടതിന്, അതിൽ കൂടെ ഈ അനാവശ്യം പറയുമ്പോഴാണ് തലയ്ക്ക് ഇങ്ങനെ കയറുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഏട്ടൻ ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ തെറി വിളിക്കണം ഒരു ഉദ്ദേശം കൊണ്ടല്ല. അവരിങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ നിങ്ങളൊരു സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആയിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഇതാവണം. കാരണം നിങ്ങളെ കുറെ ആളുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഈ ഇന്റർവ്യൂയോട് കൂടി നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ ജീവിതവും ഒക്കെ കുറെ ആളുകൾക്ക് മനസ്സിലാവും. അപ്പം ഇപ്പൊ നമ്മൾ ഒരു ജീവിതത്തിലുണ്ടായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഓൾറെഡി. സുനിത അതൊക്കെ മറന്നു ഇല്ലേ? പൂർണ്ണമായി അതൊക്കെ മറന്നു പോയില്ലേ? ഓർമ്മ പോലും ഇല്ലല്ലോ. ഓർമ്മ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, 2ാം വിവാഹം കഴിച്ചതാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ കാണാൻ വരുന്നവര് ചോദിക്കുമ്പോൾ സങ്കടമുണ്ട്. അവര് ചോദിക്കുമ്പോ അതുവരെ സന്തോഷമായിരിക്കും. അവര് അതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇവൾക്ക് പഴയ ഓർമ്മ വരും. അപ്പൊ ഓർമ്മയിന്ന് വീണ്ടും ഞാൻ ഇവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ശരി പറയണവര് പറയട്ടെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുക. പറയുന്നവരോടെ കിടന്ന് പറയട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഞാൻ എപ്പോഴും പറയുന്നത് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ആളുകൾ പലതും പറയും. കാരണം അവർക്കറിയില്ല, അവരൊരു 30 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും, അല്ല 30 സെക്കൻഡുള്ള വീഡിയോ അല്ലേ കാണുന്നത്. നമ്മളിപ്പോ നമ്മുടെ കാലിലൊരു ഉറുമ്പ് കടിച്ചു, അത് ഉറുമ്പ് ജീവനാണ്. ആ ഉറുമ്പ് കടിക്കുന്നതുകൊണ്ട് അതിനെ എടുത്ത് കളയില്ല, ഞമ്മ അതിനെ കൊല്ലണം. അതെന്തുകൊണ്ടാണ്? നമുക്ക് വേദനിച്ചുകൊണ്ട് അത് കൊല്ലണം. അതേപോലെ ഈ മനുഷ്യന്മാര് ഞങ്ങളോട് ചെയ്യുന്നത്. അതിന് കൊല്ലലൊന്നുമല്ല, കാണാതെ വിടുക.
കുറേയൊക്കെ കാണാതെ വിടുക. കാരണം നിങ്ങളിപ്പം ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേര് ലോകത്തുള്ള പല സ്ഥലത്തുനിന്നും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂയോട് കൂടി ഒരുപാട് മനുഷ്യന്മാർ നിങ്ങളോട് ഭയങ്കരമായിട്ടും സമരസപ്പെടും, അത് നമുക്കറിയാം. കാരണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പകയോടെ ചെയ്താൽ നമുക്ക് പകയായിട്ട് തന്നെ ജീവിതത്തിൽ പറ്റത്തുള്ളൂ. അവർ നെഗറ്റീവ് പറയുന്നത് നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തും പറഞ്ഞോട്ടെ, ചില ആളുകൾക്കൊന്നും ഫേസിന് ഐഡി പോലും ഉണ്ടാവത്തില്ല, ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്, അതിലൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയുന്നില്ല. എത്രയോ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ 2 ദിവസം വീഡിയോ ചെയ്തത് ഞങ്ങൾ അത്രയും മോശമായിട്ടും അത്രയും ഞങ്ങളെ കളിയാക്കിയിട്ടാണ് ഇട്ടത്. എല്ലാവർക്കും ഇത് നമ്മൾ കളിയാക്കാൻ നിന്നു കൊടുക്കുന്ന ഒരു കഥാപാത്രം പോലെയാണ് അവർ നമ്മളെ കണ്ട്. പക്ഷെ അത് കാണുമ്പോൾ അവര് ഞങ്ങളെ അത്രയും കേവലമായിട്ടും പുച്ഛിച്ചും നാണിച്ചൊക്കെയാണ് ഞങ്ങൾ ഇട്ടത്. പക്ഷെ അത് കണ്ടിട്ട് ഞാൻ പോയാലേ അത് എനിക്ക് തന്നെ അത് മോശമാണ്. കാരണം അത്ര എനിക്ക് സങ്കടവും മനസ്സിലാകും. അതെന്താണെന്നറിയോ, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പെട്ടെന്ന് ഇത് താങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ വരെ നിങ്ങളുടെ ഇതിൽ ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചത് പുറത്തുനിന്ന് വന്നവർ ഒന്നും അറിയാതെ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, ഇനി അവർ പറയുന്നവർ പറയട്ടെ, പക്ഷെ നിങ്ങൾ കണ്ടന്റുകൾ ചെയ്യുക, നിങ്ങൾ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുക. നിങ്ങൾ അത്യാവശ്യം അറിയപ്പെടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക. കാരണം ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ചീത്ത കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അവർ വെറുക്കും, അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ നല്ല നല്ല കണ്ടന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സ്നേഹം തന്നെ വലിയ കണ്ടന്റാ. ഇല്ല, ഞങ്ങളെ 100-ലെ 70% ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞത് ഇതേ ഡയലോഗാണ്. എന്താണെന്നറിയോ, നീ പ്രതികരിച്ചോ, ഞങ്ങളുണ്ട് കൂടെ. അത് ഞാൻ പറഞ്ഞില്ല, അത് ആളുകൾ പറയും. പക്ഷെ ഇപ്പൊ സുനിത, നമുക്കിപ്പൊ നിങ്ങൾ നല്ലൊരു പ്രണയമാണ്, നിങ്ങൾക്ക് നല്ലൊരു പ്രണയമുണ്ട്, ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്, ആ പെൺകുട്ടീനെ നോക്കുന്നുണ്ട്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒന്നുമില്ലല്ലോ, അവൻ നോക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പറയുന്ന സേഫ്റ്റി എന്നുള്ളൊരു വലിയ ഘടകമാണ് ലൈഫിൽ. പക്ഷെ എന്ത് പറയുക, ചങ്കൂറ്റം ഉള്ളിടത്തോളം കാലം സേഫ്റ്റി ആയിട്ട് സുനിതനെ നോക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ കണ്ടന്റ് ചെയ്യുക, കാരണം അത് കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് ഫേമസ് ആയത്, തെറി പറഞ്ഞല്ലല്ലോ. മീൻസ് അതൊന്നും അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, നിങ്ങൾ നല്ല നല്ല നിങ്ങളുടെ സന്തോഷങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ വന്ന ഇന്റർവ്യൂവിന്റെ കണ്ടന്റ്, ഇതൊക്കെ ഒരു കണ്ടന്റ് ആണല്ലോ. അങ്ങനെ നല്ല നല്ലത് ചെയ്തിട്ട്, അതായത് മറ്റത് മോശമാണെന്നും അല്ല, നമ്മൾ നമ്മുടെ വില കുറച്ച് കാണിക്കണ്ട. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ആഗ്രഹം തന്നെ. ചെയ്യ പാട്ട്, ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ സുനിത. അല്ല, ഞങ്ങൾ ഇട്ടതുമാണ്. ആ ഇട്ടതിൽ തന്നെ ഇവര് നല്ല വീഡിയോക്ക് ഇട്ടത് തന്നെ ഇപ്പൊ കോടിക്കണക്കിന് ആൾക്കാർ നല്ല വീഡിയോ ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. അത് നല്ല വീഡിയോയില് തന്നെ അനാവശ്യമായിട്ട് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടാകും. നമ്മള് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊക്കെ കഴിക്കുന്ന റേഷനരിയിൽ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ കരടും കല്ലും കാണും, ഇല്ലേ? എന്താണെങ്കിലും കാണും. അപ്പൊ അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി, നമ്മൾ അങ്ങനെ വിചാരിക്കുക. കാരണം അന്നപ്പോഴേ നമുക്ക് കുറച്ചുകൂടി നല്ല മൈൻഡ് ഉണ്ടാവത്തുള്ളൂ, സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സുനിതേ, നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? നിങ്ങളുടെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടോ വെച്ചാൽ ഒത്തിരി പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? കാരണം ഇവളിനെ ആക്രമിച്ച ചെക്കൻ, നീ പറയുന്ന എൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ ഒരുപാട് കുടിച്ചിട്ട് ഒരുപാട് രോഗിച്ചിട്ടുണ്ട്. പിന്നെ കൊല്ലാൻ വേറെ എന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും പറയാൻ പോയി വെച്ചാൽ അതിൻ്റെ അമ്മക്കാരിട്ട്, അതിൻ്റെ അമ്മക്കാരി പറയും അവനെയൊന്ന് പറയാൻ പോകാൻ വേണ്ടി കെട്ടിയവനല്ലേ പറയും. നമ്മൾ എത്ര കേട്ടിരിക്കോ, ഓരോന്ന് തെറി പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കുടിച്ചിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ലൈഫിൽ അത് കഴിഞ്ഞു. ഇപ്പൊ പറഞ്ഞ പോലെ ആളുകൾ വരുമ്പോൾ ഒരു 2ാം കല്യാണമാണെന്നൊക്കെ ചോദിക്കും, അതൊക്കെ മറന്നേക്കുക, ആ ട്രോമ മറന്നേക്കുക. ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ പറഞ്ഞ നല്ല ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി 250 രൂപ വരുമാനം, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സർവൈവ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു പണിയോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ പെടും. കാരണം നമ്മളൊക്കെ ഡെയിലി സമ്പാദിക്കുന്നവരാ, നമുക്ക് ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യാണ്ടായാൽ നമ്മൾ പെടും. അതുകൊണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരുന്ന ആരോഗ്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇത്രയും ദൂരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെളുപ്പിനെ ആട്ടോ ഇവർ വന്നത്, വളരെ വെളുപ്പിനെ വന്ന് പാവം ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നു, ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് നിന്നു. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. താങ്ക് യു വെരി മച്ച്.